വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഭരണ തുടർച്ചയിലേക്കുള്ള കാൽവെപ്പാകും ഫലമെന്നും LDFന് അനുകൂല ജനവിധി ഉണ്ടാകുമെന്നും MA ബേബി പറഞ്ഞു. ജനങ്ങൾ ജീവിതാനുഭവങ്ങളെ മുൻനിർത്തി വോട്ട് ചെയ്യും. അത് ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യും. ശബരിമല വിഷയം ജനം തിരിച്ചറിവോടെ പരിശോധിക്കും. കുറ്റക്കാരെ പിടികൂടുന്നതിൽ സർക്കാരിന് അമാന്തതയില്ലെന്നും ജനങ്ങൾക്ക് മുന്നിൽ ഒന്നും മറച്ചുവെക്കാനില്ലെന്നും MA ബേബി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് മനഃപൂർവ്വം പിടിച്ചില്ല എന്നാണ് ചിലരുടെ ആരോപണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു അന്വേഷണത്തിലും പോലീസിനോ സർക്കാരിനോ അമാന്തമില്ല. ഒരു CPM MLA ഇപ്പോൾ ജയിലിൽ അല്ലേ എന്നും MA ബേബി ചോദിച്ചു. അതിൽ നടപടി വൈകിയില്ലല്ലോ. PT കുഞ്ഞഹമ്മദിന്റെ കാര്യത്തിൽ കൂടുതൽ പരിശോധന നടത്തും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. തെറ്റുകാരെ സർക്കാർ സംരക്ഷിക്കില്ല. പരാതി കൈമാറാൻ വൈകിയിട്ടില്ല. CPMന് ഒരു വിഷയത്തിലും ഇരട്ടത്താപ്പില്ലെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ ജനങ്ങൾ നിയമസാക്ഷരത ഉള്ള ജനങ്ങളാണെന്നും കോടതി വിധിയിൽ ജനം സാമാന്യനീതി പ്രതീക്ഷിക്കുമെന്നുമായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ MA ബേബിയുടെ പ്രതികരണം. അതിനെ അട്ടിമറിക്കുന്ന വിധി വന്നു എന്നാണ് ജനം മനസ്സിലാക്കുന്നത്. അതിജീവിതയ്ക്ക് കേരളം പിന്തുണ നൽകുന്നു. അതിജീവിതയുടെ നീതിക്ക് വേണ്ടി നിലപാടിനൊപ്പമാണ് താനെന്നും വിധിയിൽ കേരളത്തിലെ പൊതുമനസ്സിന് ആവലാതിയുണ്ടെന്നും MA ബേബി പറഞ്ഞു. അതിജീവിതയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയ രാഹുൽ ഈശ്വറിന് ജാമ്യം നിഷേധിച്ചു. എന്നാൽ അതിനേക്കാൾ കുറ്റകൃത്യം കാണിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകി. സീരിയൽ ഓഫൻഡറാണ് രാഹുൽ എന്നും നാട് പ്രതീക്ഷിക്കുന്ന നീതിബോധം കേരളത്തിലെ ചില കോടതികളിൽ നിന്ന് ഉണ്ടാവുന്നില്ലെന്നും MA ബേബി അഭിപ്രായപ്പെട്ടു. രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുന്ന പാർട്ടി തന്നെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചുവെന്നും MA ബേബി വിമർശിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ